ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളി വെച്ചിട്ടുള്ള എന്താ നിങ്ങളിതൊക്കെ ഇതിന് പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പുളിയിഞ്ചി, ശർക്കര ചമ്മന്തി പല പേരിലും പറയുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഒരു കപ്പ് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പുളിയായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ആക്കേണ്ടതാണെങ്കിൽ ക്ലീനാക്കി കഴുകി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചത്. എനിക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കേണ്ടിയിരുന്നു. രാത്രിയായിരുന്നു ഉച്ചയ്ക്ക് വെച്ച ബിരിയാണി. അപ്പോൾ മോന് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാത്രി വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുടുവെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ നല്ലോണം കുതിർന്നിട്ട് അത് കൈകൊണ്ട് നല്ലോണം ഞെരടിയെടുത്ത് അതിൻ്റെ ആ പൾപ്പ് ഭാഗം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടോ. അപ്പോൾ പുളി ക്ലീനായിട്ട് പോന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു 2 പ്രാവശ്യം കൂടി ഒരു ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സമയമുണ്ടെങ്കിൽ പച്ചവെള്ളമായാലും കുഴപ്പമില്ല, കുറച്ചധികം സമയം കുതിർക്കാൻ വെക്കണം എന്നുള്ളൂ കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ് ചൂടുവെള്ളം എടുത്തത്. അപ്പോൾ ഞാനത് 2 പ്രാവശ്യം കൂടി അതേപോലെ വെള്ളം ഒഴിച്ച് ഞെരടിയെടുത്ത് അതിൻ്റെ ആ പുളി മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. ഞാൻ ഇതിനായിട്ടൊരു പഴയ അലുമിനിയം ചട്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഫ്രൈ പാനിൽ അച്ചാറിടുക, ഇതേപോലത്തെ പുളിയിഞ്ചി ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്താൽ നമ്മൾ ഫ്രൈ പാന് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പഴയ ചട്ടി ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ, കടുക്, കറിവേപ്പില ഇട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് കുനുകുനെ അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് മതി കേട്ടോ, അതും കൂടിയും ചേർത്ത് ഇളക്കി. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒന്നും കൂടെ നല്ലത് കേട്ടോ, നല്ല കളറ് കിട്ടും. പിന്നെ ഒരു ലേശം അച്ചാറും പൊടി കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടിത് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ശർക്കര ഇടിച്ചതും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഉരുക്കി ഒഴിച്ചാലും ക്ലീനായ ശർക്കര ആയതുകൊണ്ട് ഞാനത് ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്തത്. കല്ല് ചെളിയൊക്കെ ഉള്ള ശർക്കര ഉണ്ടെങ്കിൽ നമ്മൾ ഉരുക്കിയിട്ട് അത് അരിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ശർക്കരയും കൂടി ഒഴിച്ച് അത് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം. തിളച്ച് ലാസ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലേക്ക് പൊട്ടിത്തെറിക്കും അത്. അപ്പോൾ കുറച്ച് വിട്ട് നിന്ന് ഇളക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ അടി പിടിക്കാതെ ഇളക്കി അത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ചട്ടകത്തുനിന്ന് കണ്ടോ വിടണ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫാക്കിയൊക്കെ വാങ്ങാം കേട്ടോ. നല്ലോണം കുറുകാൻ നിൽക്കണ്ട, നമ്മൾ അത് വാങ്ങി വെച്ച് തണുത്താൽ ഒന്നും കൂടി അത് കുറുകിപ്പോവും. അപ്പോൾ ഓഫാക്കേണ്ട മുന്നേ ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കടുക് പൊടിച്ചത്, അത് രണ്ടും വറുത്ത് പൊടിച്ച് വെച്ചതായിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളെ അടിപൊളി പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമായവർ ഇത് കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും ചെയ്യണേ.